സെനഗലിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇമെയിൽ വഴി മൊറോക്കോയ്ക്ക് ട്രോഫി കൊടുത്ത കഥയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ 2-3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് കറോ. അപ്പോൾ നമ്മുടെ പരിപാടീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഫോളോ, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെനഗലും മൊറോക്കോയും തമ്മിലുണ്ടായിരുന്ന ഫൈനലിൽ അവരിറങ്ങിപ്പോയ സമയം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റൂളാണ്. കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആ മാച്ച് എന്ത് ചെയ്യും, ആ മാച്ച് റദ്ദാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് ടീമാണോ ആ ടീമിന് 3 ഗോൾസ് എന്നുള്ള രീതിയിൽ വിൻ കൊടുക്കും എന്നുള്ളതാണ് റൂൾ. ഇതാണ് റൂൾ. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ആ സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു, അതിവിടെ സംസാരം ഉണ്ടാകുന്നു. മൊറോക്കോയെ സെനഗലും കൂടെ സംസാരിച്ച് അവസാനം സെനഗലിനെ തിരിച്ചു കൊണ്ടുവരുന്നു. സെനഗലും മൊറോക്കോയും തമ്മിൽ കളിച്ച് അവസാനം 3 ഗോൾ അടിച്ച് ആര് ജയിക്കുന്നു? സെനഗൽ ജയിക്കുന്നു, അവർക്ക് ട്രോഫി കൊടുക്കുന്നു. പക്ഷേ ഇതിനകത്തുള്ളൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ അനുസരിച്ച് ഇങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. മാച്ച് കൺട്രോളർ ഉണ്ട്, റെഫറി ഉണ്ട്. ഇനി അതുമാത്രമല്ല, റൂൾസ് അറിയാവുന്ന ഒരുപാട് ഒഫീഷ്യൽസാണ് ഈ മാച്ചുകളെല്ലാം നടത്താനായിട്ട് ഉണ്ടാവാറുള്ളത്. എന്നിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നതിലാണ് എനിക്കൊരു കൺഫ്യൂഷൻ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂൾ അനുസരിച്ച് സെനഗലിനെ വീണ്ടും കളിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റെഡിയാണെന്നുണ്ടെങ്കിൽ മാച്ച് ഫിനിഷ് ചെയ്യണം എന്നും ഒരു റൂളുണ്ട്. എന്നാൽ പിന്നെ ഈ മാച്ച് ഫിനിഷ് ചെയ്യിപ്പിക്കാതെ ആദ്യമേ സെനഗലിന് ഈ പറയുന്നത് പോലെ തന്നെ മാച്ചിൽ നിന്നും പിന്മാറിയത് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ അല്ല. ആ ഒരു ബിഹേവിയർ നമുക്കൊരിക്കലും ഒരു ഫുട്ബോളിൽ നല്ല സ്പോർട്സിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. സോ ആദ്യമേ ഒരു ആക്ഷൻ എടുക്കാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അവർക്ക് ട്രോഫിയും കൂടെ കൊടുത്തിട്ട്, ഈ ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് പറയുന്ന പോലെയാണ്. ഇതിപ്പോൾ ആനയും കൊടുത്തു, ട്രോഫിയും കൊടുത്തു. ട്രോഫി എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ ആർട്ടിക്കിളും പൊക്കി പിടിച്ചുകൊണ്ട് എന്താ പറയുന്നത് തിരിച്ച് മൊറോക്കോയ്ക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവിടെ അതിനകത്ത് ആദ്യമേ ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഇപ്പം ഇങ്ങനൊരു ഡിസ്കഷൻ ഉണ്ടാവില്ലല്ലോ എന്നെനിക്കൊരു തോന്നലുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിൽ വേറെ കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഇതിൽ രണ്ടും നിയമപരമായിട്ട് നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഈ ഇൻസിഡൻറ്റ് കൊണ്ടെങ്കിലും ഈ പറയുന്ന പോലെ സംഭവത്തിൽ വരണം. ആദ്യമേ ഒരു ടീം മാറുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ടീം വിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർക്ക് ട്രോഫി കൊടുത്തായിരുന്നെങ്കിൽ ഈ പ്രശ്നമേ കഴിഞ്ഞേനെയായിരുന്നു.